നമസ്കാരം. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ഒരു പ്രധാന ശക്തിയായി മാറാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്കും അവരുടെ അഭിമാനമായ JF-17 തണ്ടർ വിമാനങ്ങളുടെ വിപണനത്തിനും 2025 ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ മിന്നലാക്രമണം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മകൾ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടവ ആണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ റഫേൽ വിമാനങ്ങളെ നേരിടുന്നതിൽ പാകിസ്ഥാന്റെ JF-17 വിമാനങ്ങൾ പരാജയപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പല രാജ്യങ്ങളെയും ഈ വിമാനം വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ചൈനയുമായി ചേർന്ന് പാകിസ്ഥാൻ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത JF-17 വിമാനങ്ങൾ വൻതോതിൽ വിറ്റഴിച്ച് തങ്ങളുടെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്താമെന്ന ഇസ്ലാമാബാദിന്റെ മോഹങ്ങൾ അനിശ്ചിതത്വത്തിലാണ്. വിദേശ രാജ്യങ്ങൾക്കിടയിൽ ഈ വിമാനത്തിന് വലിയ ആവശ്യക്കാരുണ്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്നാൽ 2026 തുടക്കത്തിലെ കണക്കുകൾ പ്രകാരം പുതിയ കരാറുകളൊന്നും ഇക്കാര്യത്തിൽ ഒപ്പിടുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സൗദി അറേബ്യ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരൊറ്റ ഉറച്ച കരാറിലും ഒപ്പിടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. സൗദി അറേബ്യ നൽകിയ വായ്പകൾക്ക് പകരമായി ആയുധങ്ങൾ നൽകുവാനുള്ള പാകിസ്ഥാന്റെ ലോൺ ടു ആംസ് എന്ന പദ്ധതിയോട് പോലും പല രാജ്യങ്ങളും മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവവും ചൈനീസ് നിർമ്മിത ഭാഗങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയും ഇതിനകം തന്നെ മ്യാൻമാർ, നൈജീരിയ തുടങ്ങിയ മുൻപ് ഈ വിമാനം വാങ്ങിയ രാജ്യങ്ങളെ വലച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ എൻജിൻ, റഡാർ, ബോഡി സ്ട്രക്ചർ എന്നിവയെക്കുറിച്ച് പരാതികൾ ഉയർന്നിട്ടുമുണ്ട്. മ്യാൻമാർ ഇതിനകം തന്നെ പല വിമാനങ്ങളും തകരാറുകൾ മൂലം നിലത്തിറക്കി കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ IMF പാക്കേജുകളെ ആശ്രയിക്കുന്ന പാകിസ്ഥാൻ JF-17 വിമാനങ്ങളുടെ വിൽപ്പന വഴി വിദേശ നാണ്യം കണ്ടെത്താമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ സൈനിക വീര്യം വെറും അവകാശവാദങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യതയാർന്ന ആക്രമണങ്ങളെ തടയുവാനോ തിരിച്ചടിക്കുവാനോ സാധിക്കാത്ത ഒരു യുദ്ധവിമാനം വാങ്ങുവാൻ മറ്റ് രാജ്യങ്ങൾ മടിക്കുന്നു. സാങ്കേതികമായ വിശ്വാസതയേക്കാൾ ഉപരിയായി രാഷ്ട്രീയമായ സമ്മർദ്ദതന്ത്രമായാണ് പാകിസ്ഥാൻ ഈ വിമാനങ്ങളെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സൈനിക വിജയങ്ങളുടെ പൊള്ളയായ കഥകൾ പറഞ്ഞ് ആയുധ വിപണിയിൽ പിടിച്ചു നിൽക്കുവാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ തങ്ങളുടെ സാമ്പത്തിക തകർച്ച മറച്ചുവെക്കാനുള്ള ഒരു മുഖംമൂടി മാത്രമാണെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തി കഴിഞ്ഞു. ചുരുക്കത്തിൽ സൈനികമായ തിരിച്ചടികളും സാമ്പത്തികമായ അസ്ഥിരതയും പാകിസ്ഥാന്റെ ആയുധ കയറ്റുമതി സ്വപ്നങ്ങളെ വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം $300 ബില്യൺ കടബാധ്യതയുള്ള പാകിസ്ഥാന് ചില വിമാനങ്ങൾ വിൽക്കുന്നത് കൊണ്ട് മാത്രം തങ്ങളുടെ സാമ്പത്തിക തകർച്ച പരിഹരിക്കാൻ സാധിക്കില്ല എന്നത് ഗണിതശാസ്ത്രപരമായ സത്യമാണ്. സൈനിക വിജയങ്ങളുടെ വ്യാജകഥകൾ കൊണ്ട് ആയുധം വിൽക്കുവാനുള്ള ശ്രമം പരാജയപ്പെടുമ്പോൾ പാകിസ്ഥാൻ കൂടുതൽ ആഴത്തിലുള്ള സാമ്പത്തിക നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.